ഒരു നാട് വരാനിരിക്കുന്ന ദുരന്തത്തെ ചെറുക്കാൻ ഒരുമിക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിന് ശക്തി പകരേണ്ടത് ആ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷികളുമാണ്. ചടയമംഗലത്തെ രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ കോറി മാഫിയ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നുള്ളത് ചടയമംഗലം ജനതയും ഉറ്റുനോക്കുന്നു. ചിലർ നിശബ്ദരായി ഒഴിഞ്ഞു മാറി നിന്നേക്കാം. എന്നാൽ പ്രതീക്ഷ നൽകി ഒരു ജനതയ്ക്കൊപ്പം പോരാടാൻ മടിയിൽ കനമില്ലാതെ അവർ ശബ്ദിക്കുന്നു. നാടിനായി, ചടയമംഗലത്തിനായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ VR ഉണ്ണികൃഷ്ണൻ, KTUCM ചടയമംഗലം നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു പാറ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളെ കണ്ണമ്പാറ ഉൾപ്പെടെ പാറക്കോറി ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമ്മളെ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെ ഉൾപ്പെടെ ഒരു പാറ മാഫിയ പ്രവർത്തിച്ചു. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, ജനങ്ങൾക്ക് സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ് നമ്മളെല്ലാം പൊതുപ്രവർത്തകർ. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും പ്രശ്നം വരുന്ന രീതിയിലേക്ക് ഒരു പാറക്കോറി അവിടെ പ്രവർത്തിച്ചു തരിക. അതുപോലെ നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വീണ്ടും ആറോളം പാറക്കോറികൾ വരാൻ പോകുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പം അതിനെതിരെയാണ് സംസാരിക്കുന്നത്. ഒരു പാറ മാഫിയ സംഘമായി നമ്മുടെ ചടയമംഗലം മാറാൻ പോവുകയാണ്. നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. ഇതേപോലെ പാറക്കോറികൾ ഖനനം ചെയ്ത് സംഭവിച്ചതാണ് നമുക്കിവിടെ വയനാട് സംഭവിച്ചത്. ആയിരക്കണക്കിന് ജീവനാണ് അവിടെ മരണപ്പെട്ടത്. നമുക്ക് ആ ദുഃഖം മാറാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ നാട്ടിലെ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സംരക്ഷണം നൽകുന്നവരാണ് നമ്മളെല്ലാം പൊതുപ്രവർത്തകർ. അപ്പോൾ ഇത്തരത്തിലുള്ള പാറക്കോറിക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. അതുപോലെ ഞാനും ആലോചിക്കുന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഈ ചടയമംഗലത്തെ ഇന്ന് ലോകാന്തരത്തിലേക്ക് അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു ടൂറിസം പദ്ധതി നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് ചടയമംഗലം. അതായത് നമുക്ക് ഐതിഹ്യം കുടികൊള്ളുന്ന ജടായു ശില്പം ഉൾപ്പെടെ, നമ്മളെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ജടായുപ്പാറ. അതിപ്പോൾ നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ശില്പിയും സിനിമാ സംവിധായകനുമായിട്ടുള്ള അഞ്ചൽ രാജീവ് സാറ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. ഇന്ന് ലോകാന്തരത്തിലേക്ക് അതിനെ എത്തിച്ചു. അതിൻ്റെ ഒരു വികസന പ്രവർത്തനമായി നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ അടിവശത്ത് പോലും മണ്ണ് നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് പണി തുടങ്ങി. ആ പാറയ്ക്ക് ക്ഷയം വരുന്ന രീതിയിലേക്ക് ഒരു പാറ പൊട്ടിച്ചു മാറ്റുന്ന സമീപനം ഈയിടയ്ക്ക് നമ്മൾ കാണപ്പെട്ടു മേടേ ജംഗ്ഷൻ. അതിനെതിരെ നമ്മളെ പഞ്ചായത്തും നമ്മളെ ജനപ്രതിനിധികളെല്ലാം ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ നമ്മളെ നാട്ടിനെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ നാട്ടിൻ്റെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള പാറക്കോറികൾ വരാതിരിക്കുവാൻ നാം എല്ലാം ജനകീയ പ്രശ്നങ്ങളായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് KTUCM തീരുമാനിക്കുന്നത്. അത് പാർട്ടിയായിട്ട് ആലോചിച്ച് അതിനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ പോകുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളെ നാട്ടിനെ ദ്രോഹിക്കുന്ന ഈ പാറ മാഫിയകൾക്കെതിരെ നമ്മളെല്ലാം ചെറുത്ത് നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ നാട്ടിൻ്റെ ജനങ്ങൾക്കും ജീവനും സ്വത്തിനും സമ്പത്തിനൊക്കെ നേതൃത്വം നൽകുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം. അപ്പോൾ അവർക്കുള്ള ജീവനും സ്വത്തിനും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്കുള്ള പാറ മാഫിയകൾക്കെതിരെ ശക്തമായ സമരങ്ങൾക്ക് മാത്രം നേതൃത്വം കൊടുക്കുന്നവരാണ് നമ്മളെല്ലാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഈ പഞ്ചായത്ത് നടക്കാൻ നമ്മളെ ജനകീയമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്കാർ പോലും തയ്യാറാവില്ല. കാരണം അവർ മാഫിയ സംഘങ്ങളായി മാറുകയാണ്. ഒരു 6 കോറികളിൽ ഇപ്പം വരാൻ പോവുകയാണ് വിവിധ മേഖലയിൽ. അപ്പം ആ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമെന്ന് നാം മനസ്സിലാക്കണം. ഒരു പ്രദേശത്ത് നിന്നിട്ട് ഒരു പാറക്കോറി എന്ന് പറഞ്ഞൊരു സ്ഥലം മേടിച്ചിട്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളെയെല്ലാം ആ ഒരു 10, 100, 200 വീടുണ്ടെങ്കിൽ ഈ മാഫിയ സംഘം ആ വീടുകളെല്ലാം, ആ വസ്തുക്കളെല്ലാം വിലക്ക് മേടിച്ചുകൊണ്ട് അവർക്ക് വേറെ അവർ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി നല്ലൊരു വീടും വെച്ച് കൊടുത്ത് ഭൂമിയും മേടിച്ച് അവരെ മാറ്റുകയാണ്. മാറ്റിയിട്ട് ആ മേഖല ഏകദേശം ഒരു ആർത്തിയെടുക്കുമ്പോൾ ഒരു 1 ഏക്കറോ 2 ഏക്കറോ ഉള്ള പെരേടമാണെങ്കിൽ
ആ പ്രദേശത്തുള്ള ജനങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു 500ഓളം 1000 വരുന്ന ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങൾ ഇവർ കൈക്കലാക്കിക്കൊണ്ട് ഇവരെ മുഴുവൻ പേരെ ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാം അവർ പ്രതീക്ഷിക്കാതെ കാട്ടിയും വസ്തുവും വീടും ഒക്കെ മേടിച്ചു കൊടുത്തുകൊണ്ട് ഈ മാഫിയ സംഘം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ പഞ്ചായത്ത്. ഇതിനെതിരെ നാം എല്ലാം ഒറ്റക്കെട്ടായി പോകേണ്ട സമയമായി. അതിന് ശക്തമായുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് മാത്രമാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്.